ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ മോഡ്യൂൾ 2 അടുത്ത ചാപ്റ്ററാണ് വൗച്ചിങ് ഓഫ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇൻറ്റേർണൽ സിസ്റ്റമൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം പറഞ്ഞത് ക്യാഷ് ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമല്ല ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും ബിസിനസ്സും നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ബുക്സ് ഉണ്ട്. പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്. ഇതൊക്കെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ബുക്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ബുക്സുകളെയാണ്, അതായത് ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്സുകളെയാണ് നമ്മൾ പേഴ്സണൽ ലെഡ്ജർ എന്ന് പറയുന്നത്. ഇപ്പോൾ പേഴ്സണൽ ലെഡ്ജർ ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ദി ബിസിനസ് ഫോർ ദ റെക്കോർഡിംഗ് ഓഫ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന, ബിസിനസ്സിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ലെഡ്ജർ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെയാണ് നമ്മൾ പേഴ്സണൽ ലെഡ്ജർ എന്ന് പറയുന്നത്. പേഴ്സണൽ ലെഡ്ജേഴ്സാണ് പർച്ചേസ് ലെഡ്ജർ, സെയിൽസ് ലെഡ്ജർ. അപ്പോൾ പർച്ചേസ് ലെഡ്ജർ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് റെക്കോർഡ് ചെയ്യാനും, അതുപോലെ തന്നെ സെയിൽസ് പറയുന്നത് ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സണൽ ലെഡ്ജറുമായി ബന്ധപ്പെട്ട ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം എങ്ങനെയാണ്, അതിൻ്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റാണ് വൗച്ചിങ് ഓഫ് പർച്ചേസ് ലെഡ്ജർ. ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് പർച്ചേസ് ലെഡ്ജർ, എങ്ങനെയൊക്കെയാണ് പർച്ചേസ് ലെഡ്ജറിൽ ഫ്രോഡ് ഉണ്ടാവുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഗൈഡ് ലൈൻസ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് വൗച്ചിങ് ഓഫ് പർച്ചേസ് ലെഡ്ജറിൽ പഠിക്കണത്. അതിൽ ദ പർച്ചേസ് ലെഡ്ജർ ആർ ആൾസോ കോൾഡ് പർച്ചേസ് ഡേ ബുക്ക്, പർച്ചേസ് ജേണൽ, ബോട്ട് ബുക്ക്, ബോട്ട് ഡെയിലി ബുക്സ് ഓർ ഇൻവോയ്സ് ബുക്ക്. പർച്ചേസ് ലെഡ്ജറിനെ പർച്ചേസ് ഡേ ബുക്ക് എന്നും, അതുപോലെ പർച്ചേസ് ജേണൽ, ബോട്ട് ബുക്ക്, ബോട്ട് ഡെയിലി ബുക്ക് ഓർ ഇൻവോയ്സ് ബുക്ക് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. നമ്മൾ ഗുഡ്സ് എല്ലാം ക്രെഡിറ്റ് പർച്ചേസ് ചെയ്താൽ, ക്രെഡിറ്റ് ആയിട്ട് പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാനുള്ള ബുക്സാണ് പർച്ചേസ് ലെഡ്ജർ അല്ലെങ്കിൽ പർച്ചേസ് ബുക്ക് എന്ന് പറയുന്നത്. ദ സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ ബോട്ട് ലെഡ്ജർ ഈസ് ഇൻവോയ്സ് ഓർ ബിൽ ഇഷ്യൂ ബൈ സപ്ലയേഴ്സ്. അതായത് ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ എൻട്രീസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സോഴ്സ് ഡോക്യുമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് ഇഷ്യൂ ബൈ സപ്ലയേഴ്സ്. അപ്പോൾ ഈ ബില്ലും അതുപോലെ തന്നെ എന്താണ് ഈ ഇൻവോയ്സ്, ബിൽ ഓർ ഇൻവോയ്സ് ആയിരിക്കും എന്ത് സപ്ലൈസ് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസിനുള്ള ഒരു സപ്പോർട്ടീവ് ഡോക്യുമെൻ്റ് ആണ് ഇത് ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ്. അത് ഇഷ്യൂ ചെയ്യുന്നത് സപ്ലൈേഴ്സാണ്. ദ ഓഡിറ്റർ ഹാസ് ടു ഫേസ് പ്രോബ്ലം ഓഫ് വൗച്ചിങ് റെക്കോർഡ്സ് സച്ച് ന്യൂമറസ് ട്രാൻസാക്ഷൻ. അപ്പം ഇങ്ങനെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും നമ്മുടെ ഓഡിറ്റർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത് വെരിഫൈ ചെയ്യേണ്ടി വരും. He must first examine the system of internal check in force in the business in regard to credit purchase. അവിടെയും ഓഡിറ്റർ എന്ത് ചെയ്യണം, അവിടുത്തെ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം നമ്മൾ ഫസ്റ്റ് എക്സാമിൻ ചെയ്യണം. അങ്ങനെ എക്സാമിൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇൻറ്റേർണൽ ചെക്ക്, ഈ പർച്ചേസ് ലെഡ്ജറിൽ ഇൻറ്റേർണൽ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പോയിൻ്റ് എൻറ്ററിങ് ഫിക്റ്റീഷ്യസ് ട്രാൻസാക്ഷൻസ് പർച്ചേസ് സോ ആസ് ടു എംബേഴ്സ് ദ പേയ്മെൻറ്റ് ഫോർ ദം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ പർച്ചേസ് ഇല്ലാത്തൊരു പർച്ചേസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെ ഒരു ഫാൾസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവും, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എൻറ്ററിങ് ഫിക്റ്റീഷ്യസ് പർച്ചേസ് ഫോളോഡ് ബൈ ഫിക്റ്റീഷ്യസ് റിട്ടേൺ നെക്സ്റ്റ് ഇയർ സോ ആസ് ടു ഡിഫ്ലേറ്റ് ദ പ്രോഫിറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ ഇല്ലാത്തൊരു പർച്ചേസ് നടത്തി അപ്പോൾ അതിന് റിട്ടേൺ വന്നു എന്ന് കാണിക്കുക. അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യുക, കമ്പനിയിലെ പ്രോഫിറ്റ് കുറച്ച് കാണിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട്. എൻറ്ററിങ് ആസ് ഇൻവോയ്സ് ട്വൈസ്, അതായത് ഇൻവോയ്സ് ഒന്നിലധികം തവണ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻവോയ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ. സപ്രഷൻ ഓഫ് ക്രെഡിറ്റ് നോട്ട് അലവൻസ് ആസ് ടു മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ആഫ്റ്റർ എൻറ്ററിങ് ദ ഫിക്റ്റീഷ്യസ് പേയ്മെൻറ്റ്. ഇല്ലാത്തൊരു പേയ്മെൻറ്റ് നടത്തിയെന്ന് പറഞ്ഞ് നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക, അതുപോലെ ക്യാഷിൽ തിരിമറി നടത്തുക, അതെല്ലാം തടയാൻ വേണം. എൻറ്ററിങ് പർച്ചേസ് ഓഫ് ദി ഇയർ ഇൻ ദ നെക്സ്റ്റ് ഇയർ, അതായത് നെക്സ്റ്റ് ഇയറിലെ പർച്ചേസും കൂടി ഈ ഇയറിൽ നമ്മൾ കാണിക്കുക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഫ്രോഡ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇവിടെ ഈ ക്രെഡിറ്റ് പർച്ചേസിൽ. അപ്പോൾ ആ ഫ്രോഡുകളൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം അവിടെ എക്സാമിൻ ചെയ്യണത്. ഇനി ഈ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, അതായത് the auditors not need all entries in the purchase book in details but following points should be kept. അതായത് ഇപ്പോൾ ഒരു ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നമ്മൾ ഡീറ്റെയിലായി എല്ലാ പോയിൻറ്റ്സും ഡീറ്റെയിലായി നോക്കണമെന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ എപ്പോഴും ഓഡിറ്റർ എന്ത് ചെയ്യേണ്ടി വരും, മനസ്സിലാക്കി വയ്ക്കേണ്ടി വരും. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദ ഇൻവോയ്സ് ഇൻ ദ നെയിം ഓഫ് ദി ക്ലയൻറ്റ്. ക്ലയൻറ്റിൻ്റെ പേരിലായിരിക്കണം അവിടുത്തെ ഇൻവോയ്സ് എന്ന് പറയുന്നത്.
ദ ഡേറ്റ് ഗിവൺ ഇൻ ദ ഇൻവോയ്സ് റിലേറ്റിംഗ് ടു ദ പീരീഡ് അണ്ടർ ഓഡിറ്റ്. അതുപോലെ ഡേറ്റ് എന്തായിരിക്കണം, ആ അക്കൗണ്ടിങ് പീരീഡിലെ ഡേറ്റ് എന്നാണോ നമ്മൾ റിട്ടേൺ നടത്തിയിരിക്കുന്നത് അത് ആ കറണ്ട് അക്കൗണ്ടിങ് പീരീഡിലെ ഡേറ്റ് ആയിരിക്കണം. ദ ഇൻവോയ്സ് റിലേറ്റഡ് ടു ബിസിനസ് ഇൻ വിച്ച് കൺസേൺ ഡീൽ. ആ ഇൻവോയ്സ് എങ്ങനെ ഇരിക്കണം, ഏത് റിട്ടേൺ ആണ്, ഏത് ബിസിനസ് പർച്ചേസാണ് നടന്നിരിക്കുന്നത് ആ പർച്ചേസുമായി ബന്ധപ്പെട്ട ഇൻവോയ്സ് ആയിരിക്കണം. ദ ഇൻവോയ്സ് ഹാസ് ബീൻ ഇനീഷ്യൽ ബൈ റെസ്പോൺസിബിൾ ഒഫീഷ്യൽസ് പേഴ്സൺ ഹൂ ചെക്ക്ഡ് ഇറ്റ്. അതായത് ആ ഇൻവോയ്സ് ഫസ്റ്റ് ആര് നോക്കിയിട്ടായിരിക്കണം, അത് റെസ്പോൺസിബിളായ ആൾ നോക്കിയിരിക്കണം. The trade discount received has been deducted from the purchase invoice and net amount entered in the purchase invoice agrees the entries in the purchase book. അതുപോലെ തന്നെ ഇപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് വല്ലതും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യണം, ടോട്ടൽ പർച്ചേസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് എവിടെ കാണിക്കണം, പർച്ചേസ് ഇൻവോയ്സിൽ കാണിക്കണം. അതിനുള്ള സ്യൂട്ടബിൾ എൻട്രി പർച്ചേസ് ബുക്കിലും കൊടുക്കണം. The name of the supplier as entered in the purchase invoice agree with the entry in the purchase book. അതുപോലെ തന്നെ ആ സപ്ലയറുടെ പേരും പർച്ചേസ് ഇൻവോയ്സിലും പർച്ചേസ് ബുക്കിലും എൻട്രി ചെയ്യണം. The price mentioned in the purchase invoice as per the quotation given by the supplier. അതായത് ആ പർച്ചേസ് ഇൻവോയ്സിൽ സപ്ലയർ കൊടുത്ത കൊട്ടേഷൻ പ്രൈസ് എത്രയാണോ ആ പ്രൈസിനാണോ പർച്ചേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതും കാണിക്കണം. വൗച്ചിങ് ഓഫ് പേഴ്സണൽ ലെഡ്ജർ ഓഡിറ്റർ ഷുഡ് ഗീവ് സ്പെഷ്യൽ അറ്റൻഷൻ. ഇനി ഈ പേഴ്സണൽ ലെഡ്ജർ വെരിഫൈ ചെയ്യുമ്പോൾ ആ ഓഡിറ്റർ എന്ത് ചെയ്യണം, കുറച്ച് സ്പെഷ്യൽ അറ്റൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ബുക്കിന് വളരെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അതായത് എത്രയാണ് പർച്ചേസ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി എത്രയെന്നുള്ളതും അവരുടെ ഓപ്പണിംഗ് ബാലൻസ്, അതുപോലെ തന്നെ ആ ഗുഡ്സ് റിസീവ് ദ ഗേറ്റ് കീപ്പർ ഓർ സ്റ്റോർ കീപ്പർ ഷുഡ് മേക്ക് റെക്കോർഡിംഗ് ദ ഗുഡ്സ് ഇൻവേർഡ് ബുക്ക്. ഇനി ഗേറ്റ് കീപ്പറോ അല്ലെങ്കിൽ സ്റ്റോർ കീപ്പറോ ഗുഡ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുഡ്സ് ഇൻവേർഡ് ബുക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ടോ. He should see that only credit purchase are entered in the purchase book. ക്രെഡിറ്റ് പർച്ചേസ് തന്നെയാണോ പർച്ചേസ് ബുക്കിൽ എൻട്രി ചെയ്തിരിക്കുന്നത്. The auditor should also see that the goods mentioned in invoice are not capital goods. അതായത് നമ്മൾ ഇൻവോയ്സിൽ കാണിക്കുന്ന ഗുഡ്സ് ക്യാപിറ്റൽ ഗുഡ്സ് അല്ല എന്നുള്ള കാര്യം ചെയ്യണം, ഉറപ്പ് വരുത്തന്നെ വേണം. സപ്പോസ് ഇനി ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടി വരും. ഇനി sometimes certain invoices are not recording in the purchase book but the goods received are entered in the closing stock would inflate the profit. ചില സമയങ്ങളിൽ നമ്മൾ ഈ പർച്ചേസ് ചെയ്ത ക്രെഡിറ്റ് പർച്ചേസ് ചെയ്ത ഇൻവോയ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല, റെക്കോർഡ് ചെയ്യണമെന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ അതെന്ത് ചെയ്യും, ക്ലോസിങ് സ്റ്റോക്കിൻ്റെ ഒപ്പം റിസീവ് ചെയ്തു കാണിക്കും. അതെന്താണ്, പ്രോഫിറ്റ് കൂടുതലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ പ്രോഫിറ്റ് ഇൻഫ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്തൊരു ഇൻവോയ്സ് ക്ലോസിങ് സ്റ്റോക്കിൻ്റെ ഒപ്പം റിസീവ് ചെയ്തു പറഞ്ഞ് കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെയൊക്കെ ഈ തിരിമാറികളൊക്കെ എന്ത് ചെയ്യണം, അങ്ങനത്തെയൊക്കെ ഫ്രോഡുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഇന്റേണൽ ചെക്ക് സിസ്റ്റം നമുക്ക് വേണ്ടി വരും. ആ ഓഡിറ്റർ പ്രത്യേകം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. To ascertain that fictitious purchase have been entered in the purchase book, he should check the compare entries in the purchase book with order book, invoice in outward book. അതായത് ഫിക്റ്റീഷ്യസ് പർച്ചേസ് ഒന്നും ഇല്ല എന്ന് എങ്ങനെയാണ് ഉറപ്പ് വരുത്തുക, നമ്മുടെ പർച്ചേസ് ബുക്കും അതിൻ്റെ ഒപ്പം തന്നെ ഓർഡർ ബുക്ക് അല്ലെങ്കിൽ ഇൻവോയ്സ് അല്ലെങ്കിൽ ഇൻവേർഡ് ബുക്ക് ഇത് പരസ്പരം കമ്പയർ ചെയ്താൽ മതി. Then 8th point, to find out that no invoice has been omitted from being entered in the book, the auditor should obtain the creditor's statement and compare ledger account. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോയ്സ് നമ്മൾ ഇപ്പോൾ പർച്ചേസ് ബുക്കിൽ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്തു, അതിൻ്റെ ഇൻവോയ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ക്രെഡിറ്റർ സ്റ്റേറ്റ്മെൻറ്റും ലെഡ്ജർ ബാലൻസും കമ്പയർ ചെയ്യും. An independent test may be made to find out whether any large purchase has been omitted from entering the book. He should calculating percentage of gross profit. ഇനി ലാർജ് പർച്ചേസ് വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ ആ ഓഡിറ്റർ എന്ത് ചെയ്യണം, അടുത്ത ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും കൂടിയും കമ്പയർ ചെയ്തതിന് ശേഷം ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. In case of contract for forward purchase are entered into, auditor should see that they are not abnormal in account. If they are abnormal in amount, they should be mentioned the balance sheet by way of note. അതായത് ഇനി എന്ത് ചെയ്തു, നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ വല്ല പർച്ചേസ് നടത്തി എന്ന് വിചാരിക്കുക, എല്ലാം പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോട്ടിലൂടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആ എമൗണ്ട് കാണിക്കണം. അങ്ങനെ വല്ല എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, അബ്നോർമൽ എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കാണിക്കേണ്ടി വരും. Then he find some of the invoice are missing. ഇപ്പോൾ എല്ലാ ഇൻവോയ്സ് മിസ്സായിട്ട് വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനൊരു ലിസ്റ്റ് ഏതൊക്കെയാണ് മിസ്സിങ് ഇൻവോയ്സ് എന്നുള്ളത് മാനേജ്മെൻറ്റ് റിക്വസ്റ്റ് പ്രകാരം നമ്മളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ കോപ്പി നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. Sometimes directors or officials of the company may purchase goods through the company in order to take advantage of trade discount. ചില സമയങ്ങളിൽ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും
ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനി ഓഫീഷ്യൽസ് പർച്ചേസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ ഓഡിറ്റർ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ വഴിയിൽ നിന്ന് വല്ല ഫ്രോഡും വരുന്നുണ്ടെങ്കിൽ അതിൽ വരാത്ത രീതിയിലാണെങ്കിൽ അത് കണ്ടുപിടിക്കാനും ആർക്ക് കഴിയണം? ഒരു ഓഡിറ്റർക്ക് കഴിയണം. ഇഫ് ആൻ ഇൻവോയ്സ് റൺ ഇൻ ടു സെവറൽ പേജസ് ഓഡിറ്റ് ഷുഡ് ദ ക്യാരി ഫോർവേഡ് ബാലൻസ്. ഇപ്പോൾ നമ്മൾ ഓഡിറ്റ് നടത്തുമ്പോൾ ഒരുപാട് പേജസ് ഉണ്ട്. അപ്പോൾ ഓരോ പേജിലും ബാലൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്യാരി ഫോർവേഡ് ചെയ്യണം. The auditor should verify carefully the purchase made in the first and last month of accounting year. അതുപോലെ ഓഡിറ്റർ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടത് ഒരു അക്കൗണ്ടിങ് ഇയറിലെ ഫസ്റ്റിലെയും ലാസ്റ്റിലെയും എന്ത് ചെയ്യണം? പർച്ചേസിനായിരിക്കണം. The auditor should cancel or stamp invoice after verification. വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാമ്പ് ചെയ്യണം. The auditor should check the cost and carry forward the purchase. പിന്നെ ഓഡിറ്റർ എന്ത് ചെയ്യണം? ആ ടോട്ടൽ കോസ്റ്റും അതുപോലെ ക്യാരി ഫോർവേഡും പ്രത്യേകം ശ്രദ്ധിക്കണം. Mechanized accounting has been adopted the firm. In this case, firm are not maintaining purchase day book and creditors ledger. They keep invoice and credit note in the file after checking them. നമ്മൾ മെക്കാനൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊന്നും നല്ല. അതാകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് പർച്ചേസ് ഡേ ബുക്കോ ക്രെഡിറ്റേഴ്സ് ലെഡ്ജേഴ്സോ ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളതിൻ്റെ ഇൻവോയ്സ് മാത്രം എന്ത് ചെയ്താൽ മതി? ഫയൽ ചെയ്താൽ മതി. ആ പീരിയോഡിക്കൽ പേയ്മെൻറ്റ് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ എന്ത് ചെയ്യും? നമ്മൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ചെയ്യും. അപ്പോൾ അതൊന്നും കൂടി ആർക്ക് എളുപ്പമായിരിക്കും? ഒരു ഓഡിറ്റർക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം പർച്ചേസ് ലെഡ്ജറുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്താണ് പർച്ചേസ് റിട്ടേൺ ഓർ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മളിപ്പോൾ എൻ്റെ ഗുഡ്സ് പർച്ചേസ് ആർ റിട്ടേൺ ടു സപ്ലയർ. അതായത് നമ്മളൊരു ഗുഡ്സ് വാങ്ങിപ്പോയി സപ്ലയറിൽ നിന്ന്, അത് വല്ല ഡാമേജ് മൂലം, അതായത് ഗുഡ്സിൽ ഡിഫക്റ്റ് വരിക, അല്ലെങ്കിൽ എസ്റ്റിമേഷൻ പ്രൈസും ബിൽ പ്രൈസും രണ്ടാവുക, പിന്നെ ക്വാളിറ്റി ഇല്ലാത്തൊരവസ്ഥ, പിന്നെ ഡെലിവറി ചെയ്ത് ഡിലേ ആവുക, ഇങ്ങനത്തെയൊക്കെ കേസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ ഗുഡ്സ് റിട്ടേൺ ചെയ്യും ആർക്ക്? സപ്ലയർക്ക്. ആ സിറ്റുവേഷനെയാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പർച്ചേസ് റിട്ടേൺ ബുക്ക് ഒരു ഓഡിറ്റർ എങ്ങനെയാണ് വൗച്ചർ ചെയ്യുന്നത്, വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ്. ഹി ഷുഡ് കമ്പയർ ദ ക്രെഡിറ്റ് നോട്ട് വിത്ത് പർച്ചേസ് റിട്ടേൺ ബുക്ക് ഓർ റിട്ടേൺ ജേണൽ. അതായത് ആദ്യം ഓഡിറ്റർ ചെയ്യേണ്ടത് പർച്ചേസ് റിട്ടേൺ ബുക്കും റിട്ടേൺ ജേണൽസും ക്രെഡിറ്റ് നോട്ടായിട്ട് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. അതായത് നമ്മൾ എന്തിനാണ് ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? പർച്ചേസ് റിട്ടേൺ വന്നാൽ ആ റിട്ടേൺ എങ്ങനെ വന്നു എന്നുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ നോട്ട്സായി കാണിക്കാൻ ഏത് യൂസ് ചെയ്യുന്നത്? ക്രെഡിറ്റ് നോട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ക്രെഡിറ്റ് നോട്ടും ഈ പർച്ചേസ് റിട്ടേൺ കമ്പയർ ചെയ്യുക. സെക്കൻഡ് പോയിന്റ്, he should examine the goods outward book and related corresponding to ensure that there is no suppression of purchase return. അതായത് നമ്മൾ വളരെ കൃത്യമായി ഗുഡ്സ് ഔട്ട്വേർഡ് ബുക്ക് ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പർച്ചേസ് റിട്ടേൺ വന്നിട്ടുണ്ടോ, അതിന് ഒറിജിനൽ പർച്ചേസ് റിട്ടേൺ ആണോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യാൻ പറ്റും. The auditor should be paid particular attention to the entries in the purchase return journal for the first portion of the following period, so as in order to manipulating accounts fictitious purchase in the current period followed by fictitious purchase return in the next in order to show reduced profit. അതായത് ഓഡിറ്റർ എന്ത് ചെയ്യണം? സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. അതായത് നമ്മൾ പർച്ചേസ് റിട്ടേൺ ബുക്ക് പർച്ചേസ് റിട്ടേൺ കറക്റ്റ് ആണോ അതോ മാനിപ്പുലേറ്റ് ചെയ്ത അക്കൗണ്ട് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാം. He should special attention to heavy return at the beginning or closing of the year. അതായത് ഹെവി റിട്ടേൺ വല്ലതും വന്നിട്ടുണ്ടോ, പ്രോഫിറ്റിൻ്റെ കറക്റ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഹെവി റിട്ടേൺ വല്ലതും വന്നിട്ടുണ്ടോ ബിഗിനിങ്ങിലോ എൻഡിലോ എന്നുള്ള കാര്യം എക്സാമിൻ ചെയ്യണം. ഈ ഷുഡ് ചെക്ക് ദ ടോട്ടൽ ആൻഡ് പോസ്റ്റിംഗ് ഓഫ് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ആൻഡ് ടു ദി സപ്ലൈസ് അക്കൗണ്ട്. അതായത് നമ്മൾ ടോട്ടലും അതുപോലെ പർച്ചേസ് റിട്ടേൺ ബുക്കും കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിൽ എൻട്രി എല്ലാം പോസ്റ്റ് ചെയ്ത് കറക്റ്റാണോ, അതിൻ്റെ ടോട്ടൽ ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്യണം? കറക്റ്റാണോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യണം. ഇത്രയാണ് പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡുമായി ബന്ധപ്പെട്ട ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. അടുത്താണ് ക്രെഡിറ്റ് സെയിൽസ് അല്ലെങ്കിൽ സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ബുക്ക് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ക്രെഡിറ്റ് സെയിൽ നടന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിൽസ് ബുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓർഡർ റിസീവ് ചെയ്യുമ്പോഴും അതുപോലെ ഡെലിവറി ചെയ്യുമ്പോഴും അതുപോലെ പേയ്മെൻറ്റ് നടത്തുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം എഫക്റ്റീവ് ആവുക എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ പറയുന്ന കുറച്ച് പോയിൻറ്റ്സ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഒന്നുകൂടി എഫക്റ്റീവ് ആണോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഒന്ന്, നമ്മൾ എൻട്രി എത്ര എണ്ണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ടെസ്റ്റ് ചെക്കിങ് മുഖേന നമ്മൾ എന്ത് ചെയ്യുക? ടെസ്റ്റ് ചെക്കിങ് അപ്ലൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ അതിൻ്റെ കാർബൺ കോപ്പീസ് നമുക്ക് എടുക്കേണ്ടി വരും. ദെൻ അതുപോലെ ഇൻവോയ്സ് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ കസ്റ്റമറുടെ പേര് കറക്റ്റാണോ കാണിച്ചതെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ദ ഡേറ്റ് ഓഫ് ഔട്ട്വേർഡ് ഇൻവോയ്സ്, ഡേറ്റ് കറക്റ്റാണോ ചെക്ക് ചെയ്യാം. അതുപോലെ ക്യാപിറ്റൽ ഐറ്റം ഒന്നും ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് ഉറപ്പ് വരുത്തണം. ട്രേഡ് ഡിസ്കൗണ്ട് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. പിന്നെ വിത്ത് ദ പെർമിഷൻ ഓഫ് ക്ലയൻറ്റിൻ്റെ പെർമിഷനോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക? ആ സ്റ്റേറ്റ്മെൻറ്റ് ഡെപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ കൺഫേം ചെയ്യണം. അതുപോലെ ദ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ എൻട്രീസ് ഇൻ സെയിൽസ് ബുക്ക് ആൻഡ് റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക് ബിഗിനിങ്. അതായത് സെയിൽസ് ബുക്കും റിട്ടേൺ ഔട്ട്വേർഡ് ബുക്കും ബിഗിനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓഡിറ്റർ ചെക്ക് ചെയ്യുക എൻട്രീസുകൾ.
then he should see that the goods on consignment or sale or return are not, അതായത് സെയിൽസ് റിട്ടേൺ ഒന്നും ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് ഉറപ്പ് വരുത്തണം. then he should see the sales made in current period are to record, കറണ്ട് ഇയറിലെ സെയിൽസ് മാത്രമേ റെക്കോർഡ് ചെയ്തുള്ളൂ എന്ന് ഉറപ്പ് വരുത്തുക. the cancelled invoice if any should be recorded checked with duplicate copy, അതായത് ക്യാൻസൽ ഇൻവോയ്സ് അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുക ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയുടെ സഹായത്തോടു കൂടി. the trade discount allowed for 2 different periods is exceptionally high, auditor should reason for the same, അതായത് നമ്മളെന്താണ് 2 പീരീഡ്സിൽ എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ ഒന്നിലധികം വർഷത്തിൽ ട്രേഡ് ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, അത് എന്തുകൊണ്ട് വന്നു എന്നുള്ള കാര്യം നോക്കണം. the sale to sister concern allied should be carefully examined as the fictitious entry, അതായത് ഫിക്റ്റീഷ്യസ് എൻട്രി വല്ലതും പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി ഫിക്റ്റീഷ്യസ് എൻട്രി വല്ലതും ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. he should check the posting from sales book to sales account customers ledger, നമ്മുടെ സെയിൽസ് ബുക്കിലോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ലെഡ്ജർ അക്കൗണ്ട് റെക്കോർഡ് ചെയ്ത എൻട്രികൾ കറക്റ്റാണെന്ന് നോക്കണം. ആഫ്റ്റർ വെരിഫിക്കേഷൻ ദ ഔട്ട്വേർഡ് ഇൻവോയ്സ് ദ ഓഡിറ്റർ ഷുഡ് ക്യാൻസൽ ഇൻവോയ്സ് ആൻഡ് ക്യാപ്റ്റ്, അതായത് വെരിഫിക്കേഷൻ ശേഷം എന്ത് ചെയ്യണം, ഔട്ട്വേർഡ് ഇൻവോയ്സ് ഓഡിറ്റർ ക്യാൻസൽ ചെയ്ത വല്ല ഇൻവോയ്സ് ഉണ്ടോ നോക്കുക. ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് സെയിൽസ് ടാക്സ് ഇൻഷുറൻസ് അതൊക്കെ കളക്ട് ചെയ്ത് സെപ്പറേറ്റ് ഫോം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആരും ഉറപ്പുവരുത്തണം. അത് സെയിൽസ് കോളത്തിൽ സെപ്പറേറ്റ് കോളത്തിൽ തന്നെ അത് കാണിക്കണം. അതിന് ഇൻഷുറൻസ് ടാക്സ് അടച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആരും നോക്കേണ്ടതാണ്, നമ്മുടെ ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. അടുത്ത പോയിന്റ് പറയുന്നത് സെയിൽസ് റിട്ടേൺ ആണ്. Sales return, when the customer's goods it should be entered in the goods inward book and gatekeeper's return inward book and stock ledger credit note should be prepared. അതായത് സെയിൽസ് റിട്ടേൺ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിറ്റതിന് റിട്ടേൺ വരുന്ന സിറ്റുവേഷൻ, അതായത് അത് എവിടെ റെക്കോർഡ് ചെയ്യാതെ ഗുഡ്സ് ഇൻവേർഡ് ബുക്ക് റെക്കോർഡ് ചെയ്യണം. അതിനുശേഷം ഗേറ്റ് കീപ്പേഴ്സ് റിട്ടേൺ ഇൻവേർഡ് ബുക്ക് അതിലും റെക്കോർഡ് ചെയ്യണം. ദെൻ സ്റ്റോക്ക് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യണം. ക്രെഡിറ്റ് നോട്ട് നമ്മൾ അതിന് വേണ്ടി കസ്റ്റമർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. എ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ സൈൻ ദ ക്രെഡിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ടിൽ അത് റെസ്പോൺസിബിളായ ഓഫീസർ എന്ത് ചെയ്യേണ്ടി വരും, സൈൻ ചെയ്യേണ്ടി വരും. Sometimes management with the help of staff is cunningly using return of goods with the intention to inflate or deflate the profit. ചില സമയങ്ങളിൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, ഈ സ്റ്റാഫുകളുടെ സഹായത്തോട് കൂടിയിട്ട് റിട്ടേൺ ബുക്സിലൊക്കെ ചിലപ്പോൾ വല്ല ഫ്രോഡ് വരുത്തും, കമ്മിറ്റ് ചെയ്യും. എന്തിനാണ്, പ്രോഫിറ്റ് ഇൻഫ്ലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Therefore, auditor should pay attention to heavy return at the beginning. അതുകൊണ്ട് തന്നെ ഹെവി റിട്ടേൺ വല്ലതും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. The auditor should check the posting from sales return book to sales return accounts to customers ledger. അതായത് ആ ഓഡിറ്റർ അതിനുവേണ്ടി ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ലെഡ്ജർ അക്കൗണ്ടും സെയിൽസ് റിട്ടേൺ ബുക്കും പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, നോക്കേണ്ടി വരും. അതുപോലെ ഗുഡ്സ് റിട്ടേൺ ബൈ കസ്റ്റമർ ആർ ഇൻക്ലൂഡിങ് ഇൻ ദ കസ്റ്റമർ സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് ഇച്ച് ലോവർ. അതായത് റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷനും കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് പ്രൈസ് ഇച്ച് ലോവർ എന്ന റൂൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ വാല്യൂഷൻ നടത്തി എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ദ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ കോസ്റ്റ് ആൻഡ് ക്യാരി ഫോർവേഡ് ടു സെയിൽസ് റിട്ടേൺ ബുക്ക്. ദെൻ ഓഡിറ്റർ എന്ത് ചെയ്യാം, അവർക്ക് കോസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്ത കോസ്റ്റും അതുപോലെ ക്യാരി ഫോർവേഡ് എല്ലാം എന്താണ് ഉറപ്പ് കറക്റ്റാണ് എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ശരിയാണ് സെയിൽസ് റിട്ടേണുമായി ബന്ധപ്പെട്ടത്. അടുത്താണ് ബിൽ റിസീവബിൾ ബുക്ക്. ബില്ല് റിസീവബിൾ ബുക്ക് പറഞ്ഞാൽ ബിൽസ് റിസീവബിളുമായി ബന്ധപ്പെട്ട എൻട്രീസ് റെക്കോർഡ് ചെയ്യാണ് ബിൽസ് റിസീവബിൾ ബുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിൽസ് റിസീവബിൾ മെച്യൂർഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് ബുക്കോ പാസ്ബുക്കോ കമ്പയർ ചെയ്തിട്ട് നോക്കണം. പിന്നെ ബിൽസ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ ക്യാഷ് ബുക്കോ പാസ്ബുക്കിലോ എൻട്രി പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ബിൽ ഡിസോണർഡായി മടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നോട്ടിംഗ് ചാർജ് ചെയ്തിട്ടുണ്ടോ, അത് ജേണൽ പ്രോപ്പർ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടോ നോക്കുക. ദെൻ ബിൽ റിസീവബിൾ ഇൻ ഹാൻഡ് വിച്ച് ആർ നോട്ട് മെച്യൂർഡ് ആയിട്ടില്ലെങ്കിൽ ഓഡിറ്റർ അത് വെരിഫൈ ചെയ്യണം. ദ ഓഡിറ്റർ ഷുഡ് ഒബ്റ്റൈൻ സർട്ടിഫിക്കറ്റ് ഫ്രം ദി ബാങ്ക്. ബിൽ റിസീവബിളുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഒരു ഓഡിറ്റർ എന്ത് ചെയ്യണം, ബാങ്കിൽ നിന്ന് വാങ്ങിയിരിക്കണം. എങ്കിൽ മാത്രമേ മെച്യൂർഡ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം കൺഫേം ചെയ്യാൻ പറ്റൂ. He should check the casting of bill receivable book and post into ledger account. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ബിൽ റിസീവബിൾ ബുക്ക് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, ലെഡ്ജർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. He should see that adequate provision has been made in respect of liability for bill discounted should properly show on the liability side. അതായത് ഈ ബില്ല് ഡിസ്കൗണ്ടായി ബന്ധപ്പെട്ട് വല്ല പ്രൊവിഷൻസ് അല്ലെങ്കിൽ വല്ല എന്താണ് കടങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ വിചാരിക്കുക, ലയബിലിറ്റി ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതെവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം, ലയബിലിറ്റി സൈഡിൽ. ഇത്രയാണ് ബിൽ റിസീവബിളുമായി ബന്ധപ്പെട്ടത്. ഇനിയാണ് ബിൽസ് പേയബിൾ ആയിട്ട് വരുന്നത് എന്തൊക്കെ ഗൈഡ് ലൈൻ വെച്ചാൽ, ഒന്നാമത് ബിൽ ഫോർ വിച്ച് പേയ്മെൻറ്റ് ഹാസ് ബീൻ മെച്യൂർഡ്. ഏത് പേയ്മെൻറ്റാണ് മെച്യൂർഡ് ആയിരിക്കണേ, ഏത് ക്ലയൻറ്റിൻ്റെ പേയ്മെൻറ്റാണ് മെച്യൂർഡ് ആയിരിക്കണേ ചെക്ക് ചെയ്യുക. അതെന്ത് ചെയ്യണം, അത് നമ്മൾ പ്രോപ്പറായിട്ട് ബിൽ പാസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിൻ്റെ പാസ്ബുക്ക് നോക്കി നമുക്ക് അറിയാൻ പറ്റും.
ഇഫ് ദ ബിൽസ് പേയബിൾ വിച്ച് ഹാവ് നോട്ട് മെച്യൂർ ആയിട്ടില്ലെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ബിൽസ് പേയബിൾ ബുക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്യണം. ദ ഡിസോണേഡ് ബിൽ പേയബിൾ ഷുഡ് ബി ചെക്ക്ഡ് വിത്ത് ദ എൻട്രീസ് ഇൻ ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പറിലെ എൻട്രികളുടെ സഹായത്തോടു കൂടി ബിൽസ് പേയബിൾ മടങ്ങി ഡിസോണേഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതും ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഈ 6 പോയിൻറ്റ്സിൻ്റെ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഈ വീഡിയോയിലുണ്ട്. ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അയച്ചുതരാം.